വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പൊന്മുടി പോയ വിശേഷം കാണിച്ചായിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഇപ്പം ഞങ്ങൾ പൊന്മുടി ഹൈ റേഞ്ച് കയറാൻ വേണ്ടി പോവുകയാണ്. ഹെയർ പിന്ന് കയറാൻ പോവുകയാണ്. അതിന് മുന്നേ ആയിട്ട് ഞങ്ങൾക്ക് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെയാണ് ഇപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഫോൺ പേയോ ഗൂഗിൾ പേ ആണ് കേട്ടോ അവിടെ നമ്മൾ എടുക്കേണ്ടത്. അവിടെ പൈസയൊന്നും അവിടെ എടുക്കില്ല. പിന്നെ കുറേ ദൂരം ചെന്നപ്പോഴത്തേനും കുറേ കുരങ്ങുകളുണ്ടാവും. അതിനൊക്കെ കുറച്ച് ബിസ്ക്കറ്റും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ പോയി കഴിഞ്ഞതിന് ശേഷം ആശാൻ അവിടെ കുറേ ആൾക്കാരവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഈ സന്ദർശകരെ ഈ ടൂറിസ്റ്റുകളെ പ്രതീക്ഷിച്ചായിരിക്കും അവരവിടെ നിൽപ്പുണ്ടാവുക. കാരണം അവർ കൊടുക്കുന്ന കുറച്ച് ഫുഡും സാധനങ്ങളും ഫ്രൂട്ട്സും ഒക്കെയാണ് അവരുടെ ആ ഒരു ഫുഡ് എന്ന് പറയുന്നത്. അങ്ങനെ മോള് വണ്ടിയിലിരുന്ന് ഇങ്ങനെ ബിസ്ക്കറ്റ് കൊടുക്കുന്ന സമയത്ത് ബാക്കിൽ കൂടി ചെന്ന് ഒരു കുരങ്ങ് കുറച്ച് ഫ്രൂട്ട്സും അവിടെ ഇരുന്ന പഴവും സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ നേരം, അതായത് ഇവിടെ നിന്ന് പോയ മുക്കാൽ സമയം ഞങ്ങൾ അതിൻ്റെ മുന്നിലാണ് സ്പെൻഡ് ചെയ്തത്. മക്കൾ അവിടെ നിന്ന് വിട്ട് വരുന്നില്ല. അതിനൊക്കെ ബിസ്ക്കറ്റും കൊടുത്ത് കുറേ നേരം അതിൻ്റെ അടുത്ത് നിൽപ്പുണ്ടായിരുന്നു. പിന്നെ ആയപ്പോഴത്തേക്കും കുരങ്ങിൻ്റെ കൂട്ടം കൂടി വന്നു. അതായത് പിന്നെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഭയങ്കര അടിയും ബഹളവും ഒക്കെ ആയി തുടങ്ങി. അവർ തമ്മിലടികളും ബഹളമായി തുടങ്ങി. പിന്നെ നമ്മൾ കുറേ നേരം അവിടെ നിന്നില്ല. നിൽക്കുന്നത് പിന്നെ പ്രശ്നമാണെന്ന് തോന്നിയ കാരണം ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോയപ്പോഴത്തേക്കും ചായ വേണമെന്ന് പറഞ്ഞു. അവിടെ നല്ല നല്ല ചായ കേട്ടോ, അടുപ്പിലൊക്കെ ഇട്ടുണ്ടാക്കുന്ന ചായയാണ്. അതിൽ നിന്നൊരു ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ പൊന്മുടിയിലെ ഹൈ റേഞ്ച് അതിൻ്റെ മണ്ടയിലോട്ട് ഞങ്ങൾ കയറിയതൊന്നും ഞങ്ങൾ കാണിച്ചിട്ടില്ല. കുറച്ച് പാടാണ് അതിൻ്റെ അകത്ത് കയറാനൊക്കെ, ഭയങ്കര പാടാണ്. പക്ഷേ അതിൻ്റെ മണ്ടയിലങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഒരു സൂപ്പർ വ്യൂ ആട്ടോ. അത് ഒരിക്കലെങ്കിലും പോകണം, എല്ലാവരും പോയി ഒന്ന് കാണണം. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം. പക്ഷെ നല്ലൊരു സ്ഥലമാണത് കാണാൻ വേണ്ടി. നല്ല തണുപ്പും കാറ്റും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം മോള് കയറുന്ന സ്ഥലം അവിടെ ആ പൊന്മുടിയുടെ ഏറ്റവും ഹൈ ആയിട്ട് അത്രയും ഉയരത്തിലോട്ടാണ് കേട്ടോ കയറുന്നത്. അവിടെ അത്രയും ഉയരമാണ്. പിന്നെ അവിടെ കുറച്ച് നേരം ഞങ്ങൾ നിന്നില്ല കേട്ടോ, ഭയങ്കര കാറ്റുമൊക്കെ ആയതുകൊണ്ട് താഴെ ഇറങ്ങി വന്നു. ചായ കുടിക്കാൻ വേണ്ടി കയറിയതാണ്. പക്ഷേ അവിടെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. കാപ്പി മാത്രമാണ് ഉണ്ടായിരുന്നത്. വേറെ ചവയ്ക്കാനോ കടിക്കാനോ ഫുഡ് കഴിക്കാനോ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് കാരണം ചായ കുടിച്ചത് ശരിയായില്ല. പിന്നെ കുറച്ച് നേരമൊക്കെ ഞങ്ങൾ അവിടെ നിന്നു. അവരെങ്ങനെ കയറിയെന്ന് അറിയില്ല. പക്ഷെ എൻ്റെ മണ്ടയിൽ ഒരൊറ്റ പാറയിൽ ഒരു ഫാമിലി ഫുള്ളും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറേ നേരം നിന്ന് ഞങ്ങൾ തിരിച്ചിറങ്ങി. കാരണം മോൾക്ക് കുറച്ച് അലർജിയും പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ടൊക്കെ ഭയങ്കര തണുപ്പായിരുന്നു അവിടെ. ചായയൊക്കെ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ ചൂട് ചായയും മുട്ട ബജി വേണമെന്ന് പറഞ്ഞ് അതൊക്കെ വാങ്ങിച്ചു കൊടുത്ത്. അവിടെ പോയാൽ നിങ്ങൾ തേയില വാങ്ങിക്കാൻ വേണ്ടി മറക്കരുത്. നല്ല തേയിലയാണ് കേട്ടോ. അവിടുത്തെ തേയില നല്ല സൂപ്പർ തേയിലയാണ്. ഞാൻ എപ്പോഴും പോയാലും അവിടെ നിന്ന് വാങ്ങുന്നതാണ് തേയില. അപ്പോൾ ഈ അമ്മച്ചിയെല്ലാം ഒതുക്കി പോകാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു. പിന്നെ അവിടെ നിന്ന് തേയിലയൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോയി. എല്ലാവരും വീഡിയോ